സ്വർണ്ണപ്പാളി വിവാദം സംബന്ധിച്ചും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനെക്കുറിച്ചും ഇന്ന് നിയമസഭയിൽ ചോദ്യങ്ങൾ വരും. രേഖാമൂലം ഉത്തരം നൽകുന്ന നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിലാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ കടന്നുവരുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷ എംഎൽഎമാരായ എം വിൻസെന്റ്, ടി ജെ വിനോദ്, ടി സിദ്ദിഖ്, ഉമാ തോമസ് എന്നിവരാണ് ചോദ്യം നൽകിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സംബന്ധിച്ച ചോദ്യം ഇടത് സ്വതന്ത്ര എംഎൽഎ PT റഹീമാണ് ഉന്നയിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും എന്തുത്തരം നൽകുമെന്നത് വലിയ ആകാംക്ഷയാണ്. വിവാദത്തിൽ സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമുണ്ടായേക്കും. ദേവസ്വം വിജിലൻസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം സഭയിലേക്ക് വരാൻ പോകുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവെത്ര എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നു. അങ്ങനെ സഭാതലത്തിൽ ഇന്ന് ഇപ്പോൾ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളാണല്ലോ വരാൻ പോകുന്നത്. പ്രതീഷ്, അർജിത്ത്, തീർച്ചയായും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും നിലവിൽ പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധം വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമായി കൂടി ഉപയോഗിക്കാനാണ് നിലവിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ നിയമസഭയിൽ പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നെങ്കിലും ഈ സഭയിൽ അനുമതി ലഭിച്ചിരുന്നില്ല. അന്ന് ഈ വിഷയം ഇത്രത്തോളം രൂക്ഷമായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ, ഒപ്പം പുതിയ വെളിപ്പെടുത്തലുകളൊന്നും തന്നെ ആ ഘട്ടത്തിൽ കൂടുതലായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന് അനുകൂലമാണ്. കാരണം വലിയ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അന്നത്തെ ദേവസ്വം ബോർഡിനുമെതിരെ ഉയർന്നു വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ. ഈ വിവാദങ്ങളിൽ ഇന്ന് പ്രതിപക്ഷ MLA മാർ ചോദ്യമായി സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി എം വിൻസെന്റ്, ടി ജെ വിനോദ, ഒപ്പം ഉമാ തോമസ്, ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം സഭയിൽ ഉന്നയിക്കുക. മറ്റൊന്ന്, ഈ ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച ചെലവുകൾ ഇതുവരെയും സർക്കാരോ ദേവസ്വം ബോർഡോ പുറത്തുവിട്ടിട്ടില്ല. ഈ ചെലവ് എത്രയാണ് എന്ന കാര്യം PT റഹീം MLA ഈ ചോദ്യമായി സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സഭയിൽ നിന്ന് വരുന്ന വിശദീകരണം, സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം ഏറെ നിർണായകമാണ്. ആ ഉത്തരത്തിന് കൂടി കാത്തിരിക്കുകയാണ് പ്രതിപക്ഷവും ഒപ്പം ഈ മറ്റ് ആളുകളും. കാരണം എത്രത്തോളം ചെലവായി എന്ന കാര്യം വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വിവരങ്ങൾ കൂടി ഇന്ന് സഭയിൽ നിന്ന് പുറത്തു വരുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയമായി തന്നെ വീണ്ടും വിഷയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇന്ന് സഭയിലുണ്ടാകും. ഈ 2019 ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ സ്വർണം പൊതിഞ്ഞ പാളി കൊടുത്തയക്കുകയും ചെയ്തത്. പക്ഷേ അത് പിന്നീട് ചെമ്പാണ് എന്നതാണ് ഉത്തരവിൽ കാണിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, ദേവസ്വം മന്ത്രിയുടെ വിശദീകരണം എന്തായിരിക്കും എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷമടക്കം ഉറ്റുനോക്കുന്നത്. ഒപ്പം സഭയ്ക്ക് പുറത്തും വലിയ തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കും ാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അങ്ങനെ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടായിരിക്കും ഇന്ന് സഭ പ്രക്ഷുബ്ധമാവുക. റിജിത്ത്, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.